വെൽക്കം ബാക്ക് ടു കടലും നിലാവും. കുറെ കാലത്തിന് ശേഷം നിങ്ങൾ ഫിറോനെ കാണുവാണ്. ഞാൻ ഇന്നലെ കണ്ടു. അപ്പം നമ്മൾ ഇന്ന് ഒരു വലിയ യാത്രയാണോ? ചുരം കയറണം. ഫസ്റ്റ് ടൈം അല്ലേ ഫിറോ കയറാൻ പോണേ? ഒറ്റയ്ക്ക്. അപ്പൊ നമ്മള് ഇന്ന് ഒരു മനസ്സമ്മതത്തിന് പോവാണ്. അക്കുവിന്റെ മനസ്സമ്മതാണ്. അപ്പം അക്കു എന്ന് പറഞ്ഞാല് എൻ്റെ കൂടെ BHMS പഠിച്ച എൻ്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മള് ഇന്ന് ചുരം കയറാൻ പോവാണല്ലേ ഫിറു? നമ്മള് രണ്ടുപേരും ഇങ്ങനെ വളരെ ആസ്വദിച്ച് യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുവാണ്. പെട്രോൾ തീരുന്നതിന് മുന്നേ പോവാ. കാക്കായിലോ? കാക്കാവയിലുണ്ട്. നല്ല മഴ പെയ്തു. ഇനിയിപ്പം അവിടെ ചുരത്തിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? സാറിനൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആവുന്നത്. സാറിന് ഭയങ്കര ഇഷ്ടമാണ് അഡ്വഞ്ചറസ് സാധനങ്ങളൊക്കെ പോവാൻ. നോക്ക് എന്ത് ഭംഗിയാ കാണാനെന്ന്. ആകാശം നമ്മള് കണ്ണിൽ കാണുന്ന ഭംഗി ഒരിക്കലും ക്യാമറ കിട്ടില്ല അല്ലേ ഫിറോ? അവിടെ കണ്ടോ നിങ്ങൾ? വെയിൽ കാണുന്നുണ്ടോ നിങ്ങള്? ഗൈസ് നിങ്ങൾ അവിടെ അത് കാണിക്കാൻ പറ്റില്ല ഗൈസ്. പക്ഷെ അവിടെ നല്ല വെളിച്ചുള്ള ഏരിയ കാണുന്നുണ്ടായിരുന്നു. ഇത് വേറെ എന്താ കേട്ടോ. നമ്മളങ്ങനെ അടിവാരത്തിലെത്തി. ഇത് ശരിക്കും കാണാൻ ഭയങ്കര രസമുണ്ട് ഗൈസ്. അതായത് ആ മരങ്ങളും മലകളൊക്കെ. പക്ഷെ ആ ഭംഗി ഫോണിൽ കിട്ടുന്നില്ല. ഞാനിങ്ങനെ പറയുമായിരുന്നു, വൈശു വരയ്ക്കുന്ന ചിത്രം പോലെ ഉണ്ടല്ലേ ഫിറു? വൈശു ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കാറുള്ളത്. നമ്മള് ഈ ചുരത്ത് നിന്ന് നോക്കുമ്പോ ഈ താജ്മഹൽ പോലെ കാണുന്ന ഒരു ഇതില്ലേ, അത് ഇതാണ്. ഈ ഒരു പള്ളിയാണ് അങ്ങനെ കാണുന്നത്. ഞങ്ങളമ്മ ചുരം കയറാൻ പോവാണ്. ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. മഴ തുടങ്ങി ഗൈസ്. മഴയുണ്ട്. അതായത് ഒരു വെയിലും മഴയും കൂടെ ഉള്ള ഒരു കാലാവസ്ഥ അല്ലേ? ക്യാമറ ഇതിനെ കളിയാക്കുന്നു. എന്താണോ നീ വണ്ടി വരുന്നുണ്ട്. Enjoying driving. ഇവിടുന്ന് എന്താ പഞ്ചറായത് ഗൈസ്? ഞങ്ങൾ കൊടകില് പോയപ്പോ പഞ്ചറായത് ഇവിടുന്ന്. ആദ്യത്തെ വണ്ടിയിൽ ആദ്യമായിട്ട് പോയിട്ട് ബസ്സാരോട് ചീത്തയും കേട്ട്. മഴത്തുള്ളികളും മലനിരകള്, ആകാശം. പക്ഷെ നിങ്ങൾ മരങ്ങള് മാത്രം ഉണ്ടാവും. ഞാനൊരു ക്യാമറ ഓണാക്കുമ്പോഴത്തേനും ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പുറത്തൊക്കെ ഗൈസ് അവിടെ മറ്റേ എന്തായിരുന്നു അത്? നമ്മള് കണ്ട ഒരു സാധനം വളവത്ത് ഇതൊക്കെ 2 വളവെത്തിയിട്ടുള്ളു ഗൈസ്. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൂടെ വണ്ടികൾ ചെറുതായി പോകുന്നുണ്ട് ഗൈസ്. മൊത്തം മരങ്ങൾ മൊത്തം കട്ട മരങ്ങളുടെ ഇടയിൽ കണ്ട ചെറിയ ചെറിയ വീടുകൾ ഗൈസ്.
എത്തി. ഫിറു പറഞ്ഞ കറക്റ്റ്. ഓ ഗോഡ്, ഈ കാടെത്തി. ശരിക്കും നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ വെട്ടിത്തെറിച്ച വഴിയിലല്ലേ പോകുന്നത്. ട്രാഫിക് ഉണ്ടെന്നാണ് ഫിറു പറയുന്നല്ല, ശരിക്കും ട്രാഫിക് ഉണ്ട്. വലിയ വണ്ടി ബാക്കോട്ട് പോയിടേ. വയനാട്ടിൽ ഞാൻ ഫസ്റ്റ് വന്നത് എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എല്ലാ തവണ വരുമ്പോഴും നമുക്കൊരു സുഖമാണല്ലേ ഫിറോ. സാറ് മുന്നിൽ നോക്കിയാൽ മതി കേട്ടോ. ഗൈസ്, ഞാനേ നമ്മള് താമരശ്ശേരി തന്നെയാണ്, അതുകൊണ്ട് കുറേ തവണ ഞാൻ വയനാട് വന്നിട്ടുണ്ട്. പിന്നെ കാക്ക ആസ്മത്താത്ത വയനാട്ടിലാണ്. എനിക്ക് അല്ലാണ്ട് കുറേ റിലേറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഏത് തവണ വന്നാലും നമുക്കൊരു സന്തോഷവും സുഖമാണല്ലേ. പക്ഷെ കഷ്ടപ്പാടാണ്. എനിക്ക് കുറച്ച് പേടിയാ വണ്ടിയിൽ സ്പീഡ് കൂടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയാ. അങ്ങനെയുള്ള പേടി മാറ്റി വെച്ച് നോക്കുമ്പോൾ വയനാട്ടിലെ ചുരം കയറുന്നത് ഒരു രസമുള്ള പരിപാടിയാണല്ലേ. എനിക്ക് തോന്നുന്നു ഞങ്ങള് ഫസ്റ്റ് ഫിറു ഫുള്ളായിട്ട് ഓടിച്ചു പോകുന്നത് ഊട്ടിയിൽ പോയപ്പോ ഞങ്ങൾ കയറി. പിന്നെ അല്ലാണ്ട് ഇടക്കിടക്ക് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ, 4-ാം വളവ് വരെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് ചുരം കയറുന്നത്, ഡ്രൈവ് ചെയ്ത് കയറുന്നത് ആദ്യമായിട്ടാണ് അല്ലേ. കുരങ്ങ് സാർമാരെ ഒന്ന് കാണാൻ പറ്റില്ല വേണ്ട, എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ 8ാമത്തെ വളവിലെത്തിയല്ലേ ഫിറു. ഇനി ഒരു വളവിടെ കഴിഞ്ഞാൽ വളരെ പെട്ടെന്നെത്തി. എനിക്ക് തോന്നുന്നു ഏതോ ഒന്ന് ഭയങ്കര ലെങ്തി, ഏതോ ഒരു വളവ് 8-9 ആണോ? ഓക്കെ, 3-4 അതിൽ ഏതോ ഒന്നുണ്ട് ഭയങ്കര ലെങ്തി. നമ്മള് 9th ഹെയർ പിൻ ബെൻഡ് ഇതില് കാണാൻ. ശരിക്കും ഹെയർ പിൻ പോലല്ലേ ഈ വര. നിങ്ങൾ നോക്കണ്ട ഗൈസ്, ഇത് OnePlus തന്ന സമ്മാനമാണ്. 2ാമത് ഗൈസ്, ഇതൊരു കഥനകഥയാണ് ഗൈസ്. ഇവിടെ നാലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം. കേറിയ മുതല് കുരങ്ങന്മാരുടെ ചോദിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടു, പക്ഷേ ഞാൻ കാണിച്ചു കൊടുത്തു. ഇപ്പൊ കാണിച്ചത് ഗൈസ്. ഹലോ ഗൈസ്, കൈ മാത്രമേ കിട്ടിയുള്ളൂ. അതാ ഗൈസ് HP 9 കൂടെ ഉണ്ടോ? അത് കൂടെ അല്ലേ ഗൈസ്. മേഘങ്ങളെ കോഴിക്കോട് ഞങ്ങളെ എപ്പോഴും ഞാൻ പറയും, ഇത് ഞങ്ങളതാ ചുരന്ന് കണ്ട്. ഇപ്പഴാണ് വയനാട്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇട്ടത് പ്രലോഭിപ്പിക്കുന്നു ഗൈസ്. ഒരു മാങ്ങ മാത്രം വാങ്ങിയാൽ വേറെ ഒന്നും വാങ്ങണ്ട പ്ലീസ് എടാ. അങ്ങനെ നമ്മള് ചുരം എല്ലാം കയറി എവിടെ എത്തി? വൈത്തിരിയിലെത്തി. ഇവിടെ വെള്ളം, ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് ശരിക്കും ഈ ചുരത്തിന്റെ പേരെന്താണെന്ന് അറിയാവോ? താമരശ്ശേരി ചുരം. നാരങ്ങ വെള്ളം എന്താണ്? നാരങ്ങ വെള്ളം വേറെന്തല്ല? നാരങ്ങ എന്താ വേണ്ടേ? ഒരു മാങ്ങയൊരു നാരങ്ങ വെള്ളം. മാങ്ങ എടുക്കുന്നുണ്ട് ഗൈസ്, ശരിയായിരിക്കും. താങ്ക് യു ഫിറോസ് നെടിയാറ്റ്. ഇവിടെ ഇതിലൂടാണ് എനിക്ക് തോന്നുന്നു പാർക്കിന്റെ കണ്ടതാ. ഇവിടെ നിന്ന് കേറിയിട്ടാ.
പന്തം പോലൊരു സാധനം കെട്ടിയിട്ട് അതിലൂടെയാണ് അത് ആൾക്കാർ പോവാറുള്ളത്. നമ്മൾ ഏകദേശം എത്താറായി എന്ന് തോന്നുന്നു കേസ്. ഒരു ചെറിയ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റോഡെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. In 200 meters, turn right. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങളെ ഈ വിവാഹത്തിന്റെ വേദിയിലേക്ക് തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹശയിലൂടെ അക്ഷയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. അക്ഷയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹശയിലൂടെ ആന്റണിയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ നിങ്ങൾ ഇതിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ പൊടിക്ക് കറി കേട്ടോ. മതി. നിങ്ങളെ വർത്താനോ മൈൻഡാക്കുന്നില്ലേ? ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. സദ്യയാണോ? സദ്യയല്ല, നോൺ വെജ് സദ്യയാണല്ലേ. നോൺ വെജ് ഉണ്ട് ആയിരിക്കും. ചോദിച്ചു വാങ്ങി. ഓ ഇത് വെജിറ്റബിൾ അല്ല, എന്താണ് ഞാൻ പറഞ്ഞില്ലേ നോൺ വെജുള്ള സദ്യയാണ്. ചിക്കൻ ബീഫ് എന്തോ ഉണ്ടല്ലേ. മഴ കൊണ്ടിരിക്കുവാണോ? ഇതെന്താ കേറി പോവാത്തേ? അവർക്ക് പോവാൻ പാടില്ലേ? അയ്യോ, ഭയങ്കര ഭംഗിയുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ് നമ്മൾ തിരിച്ചു പോകും. നാലാം വളമല്ലേ? നാലാം വള. നല്ല രസമുണ്ട് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട്. ഓ കാടല്ലേ, ഇത് ഭംഗിയാണ് കാണാൻ. നമ്മൾ തിരിച്ചു പോവാണ് ഗായ്സ്.